ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ഡേവിസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ NLPയുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനും നമ്മുടെ കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ് അതിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ യെസ്, ഡേ 2 നമ്മൾ NLPയുടെ ജസ്റ്റ് ഒരു എപ്പോഴാണ് യൂസ് ചെയ്യണേന്നൊന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇപ്പൊ NLPയുടെ ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? NLP എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യണ ഒരു AI ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനൊക്കെയാണ്? ഹ്യൂമൻ ലാംഗ്വേജിനെ ജനറേറ്റ് ചെയ്യാനും ഈ വേർഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്, ഇന്റർപ്രറ്റ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. NLP നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? ടു അണ്ടർസ്റ്റാൻഡ്, ഇന്റർപ്രറ്റ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. ഓക്കെ, ടെക്സ്റ്റിനെ സ്പീച്ച് ആക്കാനും സ്പീച്ചിനെ ടെക്സ്റ്റ് ആക്കാനും സ്പീച്ചിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പല കാര്യങ്ങളിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും? NLP യൂസ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തു നോക്കുന്ന യൂസ് കേസസ് അല്ലാണ്ട് റിയൽ വേൾഡിൽ ഏതൊക്കെ യൂസ് കേസ് നിങ്ങൾക്ക് അറിയാം? NLPയുടെ നമ്മൾ മെയിൽ അയക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഓട്ടോ കറക്ഷൻ വരുന്നുണ്ടോ ഇല്ലേ? ഞാനിപ്പോൾ സ്പെല്ലിങ് തെറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്തോ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും ഇല്ലേ? ഓട്ടോ കറക്ഷൻ മാത്രമല്ല, അതേപോലെ നമുക്ക് സജഷൻസും വരുന്നുണ്ടായിരിക്കും. ഇതല്ല സ്പെല്ലിങ്, ഇന്നതാണ് സ്പെല്ലിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സജഷൻ പോലെ വരുന്നുണ്ടായിരിക്കും ഇല്ലേ? അതൊക്കെ ഇതിലാണ് ഈ ഒരു NLPയുടെ പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പം ഇൻസ്റ്റഗ്രാമില് ലിങ്ക്ഡിനിലൊക്കെ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റിപ്ലൈ അയക്കുന്നുണ്ടായിരിക്കും, റിപ്ലൈ മെസ്സേജസ്. ഇതൊക്കെ ഇതിലാണ് NLPയിലാണ് വരുന്നത്, അതിൻ്റെ യൂസ് കേസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, ഓക്കെ, പിന്നെ അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, പിന്നെ ഏത് വരുന്നുണ്ടാവാം? ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ മലയാളത്തിൽ കമന്റ് അടിക്കുന്നുണ്ടാവും അല്ലേ? അതിന് നമുക്ക് ഇംഗ്ലീഷിൽ കാണാനായിട്ട് സി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണുണ്ടായിരിക്കും ഇല്ലേ? സി ട്രാൻസ്ലേഷൻ ഓൺ യൂട്യൂബ്. ഇതൊക്കെ ഏതാണ്? NLPയുടെ റിയൽ വേൾഡ് യൂസ് കേസസുകളാണ് വരുന്നത്. ഓക്കെ, ചാറ്റ് ബോട്ട്സ്, ഇതൊക്കെ NLPയിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ ചാറ്റ് ബോട്ടൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക ലാസ്റ്റ്. ഇനി ഇതില് മെയിൻ ആയിട്ടും നമ്മളിവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഠിക്കേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിങ്ങിൽ ഫസ്റ്റത്തെ വരുന്നതാണ് എന്ത്? ടോക്കണൈസേഷൻ. ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് എന്ത്? ടോക്കണൈസേഷൻ. ഓക്കെ, ടോക്കണൈസേഷന്റെ തിയറി ആയിരിക്കും ഈ വീഡിയോയിൽ, നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും എൻ്റെ പ്രാക്ടിക്കൽ കേട്ടോ. അപ്പോൾ തിയറി വേണ്ട, പ്രാക്ടിക്കൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടോക്കണൈസേഷൻ അതെന്താ വരുന്നത്? ടോക്കണൈസേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ടെക്സ്റ്റിനെ, അത് സെന്റൻസ് ആവാം പാരഗ്രാഫ് ആവാം, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളാക്കുക. ആ യൂണിറ്റിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയാം. അപ്പൊ ടെക്സ്റ്റിനെയോ പാരഗ്രാഫിനെയോ സെന്റൻസിനെയോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ടോക്കൺസ് ആക്കി മാറ്റും, അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റും. ആ ഒരു പ്രോസസ് ആണ് എന്ത്? ടോക്കണൈസേഷൻ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് തരാം. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ഈ ടൈമിൽ തന്നെ, നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ബ്രേക്കിംഗ് ഡൗൺ, എന്താ പാരഗ്രാഫ് ആവാം, അല്ലെങ്കിൽ സെന്റൻസസ് ആവാം. സെന്റൻസസ് സ്പെല്ലിംഗ് നോക്കണ്ട. ഓക്കെ, sentences into smaller units called tokens. Okay, ആ സ്മോളർ യൂണിറ്റിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയാം. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ടോക്കണൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഈ ടോക്കൺ എന്ന് പറയുന്നത് എന്താ? ടോക്കൺ എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ വേർഡ് ആവാം, ഫ്രേസസ് ആവാം, സെന്റൻസ് ആവാം, ക്യാരക്ടർ ആവാം, അങ്ങനെ എന്ത് രീതിയിലും വേണമെങ്കിലും ആവാം. നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ടൈപ്പ് ഓഫ് ടോക്കണൈസേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ടോക്കൺ ഏതാന്ന് മനസ്സിലാവുന്നുണ്ടാവാം. ഓക്കെ,
ടൈപ്പ് ഓഫ് ടോക്കണൈസേഷൻസ് ഞാൻ പറഞ്ഞു തരാം. അതിൽ ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യണത് അതാണ് ആ ഒരു ടോക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് വേർഡ് ടോക്കണൈസേഷൻ. വേർഡ് ടോക്കണൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഐ ലവ് യു നിമിഷ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു സെൻറ്റൻസ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ടോക്കൺസ് ആക്കിയിട്ട് വേർഡ് ടോക്കണൈസേഷൻ ചെയ്യുമ്പോൾ വേർഡ്സുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും അതിനെ. ഓക്കെ, എങ്ങനെയാ? ഐ ഒരു വേർഡ്, ലവ് വേറെ വേർഡ്, യു അടുത്തത്, നിമിഷ എന്നുള്ളത് അടുത്തത്. ഇങ്ങനെ വേർഡ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് എന്ത്? വേർഡ് ടോക്കണൈസേഷൻ. ഓക്കെ, അപ്പൊ സെന്റൻസ് ടോക്കണൈസേഷൻ എന്താണ്? സെന്റൻസ് ടോക്കണൈസേഷൻ അതെന്തായിരിക്കും? പാരഗ്രാഫിനെ നമ്മൾ സെന്റൻസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഒരു വേർഡിനെ തന്നെ, ഒരു സെന്റൻസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് എഴുതി. ഇതിന് ഞാൻ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാണ്. ഹായ് എന്ന് പറഞ്ഞു, ഹൗ ആർ യു എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്നതാണ്, ഇതേപോലെ തന്നെ വരണമെന്നില്ല കേട്ടോ. ഇനി വേറെ വരുന്നതാണ് സബ്വേർഡ്. സബ്വേർഡ് ടോക്കണൈസേഷൻ. സബ്വേർഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു വേർഡ് എഴുതാണ്, അൺഹാപ്പി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് എഴുതണം. ഓക്കെ, അപ്പൊ സബ്വേർഡ് ടോക്കണൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? അണ്ണെന്നുള്ളതൊരു വേർഡ്, ഹാപ്പി എന്നുള്ളത് വേറൊരു വേർഡ്. മീനിങ് ഫുൾ വേർഡിലോട്ടാണ് നമ്മളത് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. മീനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുത്തും കോമയൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേർഡുകളാക്കി മാറ്റാനൊക്കെ പറ്റും. ഓക്കെ, ഇനി നാലാമത്തെ വരുന്നതാണ് ക്യാരക്ടർ ടോക്കണൈസേഷൻ. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നല്ലേ. എന്താണ്? ഞാനിപ്പോൾ ഹായ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിന് എച്ച് ഒരെണ്ണം, എ അടുത്തത്, ഐ അടുത്തത്, അങ്ങനെ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ വരുമ്പോൾ ടോക്കൺ, ഈ ഒരു ടോക്കണൈസേഷനിൽ എന്താണ് ടോക്കൺ വരുന്നത്? ഇതിൽ വേർഡും, ഇതിൽ സെന്റൻസും, ഇതിൽ സബ് വേർഡും, ഇതിൽ ക്യാരക്ടറും, അങ്ങനെയൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കീവേഡ്സ് ഉണ്ട്. കുറച്ച് കീവേഡ്സ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, കുറച്ച് ടെർമിനോളജീസ് ഇതിൽ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ഒന്ന് കോർപ്പസ്. കോർപ്പസ് എന്ന് വെച്ചാൽ നമ്മൾ പാരഗ്രാഫിനെയാണ് കോർപ്പസ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ സെന്റൻസസിനെയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നുണ്ടാവുക. പിന്നെ വേർഡ്സ് ഉണ്ട്. വേർഡ്സ് എന്ന് വെച്ചാൽ ഈ കോർപ്പസിലെ എല്ലാ സെപ്പറേറ്റ് വേർഡ്സിനെയും. ഓക്കെ, കോർപ്പസിലുള്ള എല്ലാത്തിനും നമുക്ക് ഓരോന്നിനും വേർഡ്സ് എന്ന് പറയാനായിട്ട് പറ്റും. നോർമലി നമ്മൾ വേർഡ്സ് പറയണ പോലെ തന്നെ ഓരോരോ സിംഗിൾ വേർഡ്സ്. പിന്നെ വരുന്നത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് വെച്ചാൽ യുണീക്ക് വേർഡ്സ് ആണ് വൊക്കാബുലറി. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കൊടുത്തോക്കാണ്, ഐ ലവ് മൈ മോം ആൻഡ് ഐ ലവ് മൈ മോം അതൊരെണ്ണം, ഐ ലവ് മൈ ഡാഡ് ഇത് അടുത്ത സെന്റൻസ്. ഇങ്ങനെ രണ്ട് സെന്റൻസ് ഉണ്ടെന്ന് നിൽക്കാം. അപ്പൊ ഇതിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പറയാ? 1 2 3 4 5 6 7 8 വേർഡ്സ് ഉണ്ടെന്ന് പറയണം. ഓക്കെ, എത്ര വൊക്കാബുലറി ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 1 2 3 4 5 5 വൊക്കാബുലറി ഉണ്ടാവും. എന്നുവെച്ചാൽ യൂണീക്ക് ആയിട്ടുള്ള വേർഡുകളാണ് കൗണ്ട് ചെയ്യുക. ഓക്കെ, ചില കേസിൽ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കുത്തുണ്ടല്ലോ അത് ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തെന്ന് വരും, ചിലപ്പോൾ അതിൽ ഒരുമിച്ച് ട്രീറ്റ് ചെയ്തെന്ന് വരും, ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്തെന്ന് വരും. അങ്ങനെ പല കേസും വരുന്നുണ്ടോ, അത് നമ്മൾ പഠിക്കും കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? വൊക്കാബുലറിയും വേർഡ്സും ഈ രണ്ടെണ്ണത്തിനും ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ടോക്കണൈസേഷന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. പോകുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.